എന്തൊരു ചൂട്, എന്തൊരു ചൂട്. എന്ത് ചൂടിന് എവിടെ പോയിരുന്നു? അതിന് ചൂടെന്നേ, ഞാൻ പുറത്ത് വരെ പോയിരുന്നു. എന്തിനു പുറത്ത് പോയത്? ചേട്ടത്തിക്ക് ഒരു ഫൗണ്ടേഷൻ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയി. നീ ഇതിന്റെ മുറി പോയി കിടപ്പോ. ഉയർത്ത് കുളിച്ചു വന്ന് കിടക്കുന്ന റൂമിൽ ഉയർത്ത് കുളിച്ച് ഷർട്ടെല്ലാം മുഷിഞ്ഞു ഏളിയാ. എനിക്കൊരു ഷർട്ട് വേണം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്കുന്ന ഷർട്ടൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് അളിയൻ്റെ ഷർട്ടിങ് ഇട്. നിനക്ക് ഷർട്ടൊക്കെ തന്നിട്ട് ഞാൻ ഇവിടെ തുണിയില്ലാതെ നിൽക്കാനാ? പിന്നെ ഒരു ഷർട്ട് തന്നു പറഞ്ഞ ഇയാളെ തുണിയില്ലാതെ നിൽക്കത്തൊന്നുമില്ല. ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ ഇട്ടോണ്ടിരിക്കാൻ. ഇപ്പൊ എന്തിന്? അല്ല, ഒരു ഷർട്ട് വേണം. ഷർട്ട് ഒന്നും ഇല്ലല്ലേ നീ പോ. ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് അളി ഇരിക്കും. അളിയിൽ സസ്പെൻഷൻ ഇട്ട കാര്യമൊക്കെ എനിക്ക് അമ്മയടുത്തും ഭയങ്കര അടുത്തൊക്കെ പറയേണ്ടി വരും. എന്തൊരു സ്വഭാവമാണ് നിനക്ക്? എനിക്ക് മനസ്സിലാവുന്നു. നീ ഇവിടെ കിടന്ന് കൂവി വെച്ച് വിളിക്കേണ്ട കാര്യം എന്താണ്? നീ ഇതും പറഞ്ഞാൽ ഇപ്പൊ അല്ലേ എന്റെ പൈസ വാങ്ങിച്ചോണ്ട് പോയത്? പൈസ മേടിച്ചപ്പോ ഞാൻ അങ്ങനത്തെ പൈസ മേടിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ വരുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ കാണാതെ. അപ്പൊ കാണണ്ടെങ്കിൽ നീ എണീച്ചു പോ, ജോലി നോക്ക് പോ. ഒരു വിത്ത് വിളയുന്ന ഒരു പാടം കണ്ട അപ്പൊ ഒന്ന് വിതച്ചു നോക്കട്ടെ. വിത്ത് വിളയുന്ന നോക്കട്ടെ. വല്ല പ്രശ്നമുണ്ടോ? ഭീഷണി അല്ലേ? ഭീഷണി. ഈ ഭീഷണി അല്ലത്. ഞാൻ സിമ്പിൾ ആയിട്ടില്ല ചോദിച്ചാൽ അളിയുടെ അടുത്ത് ഒരു ഷർട്ട് ചെയ്ത ആളിയാളെ എടുത്തിട്ട് എന്റെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് തരാന്ന്. എടി എന്റെ ഷർട്ടൊന്നുമില്ല, നീ എണീച്ചു പോ. എണീച്ചു പോ. എന്തിന്? ഞാൻ ഇട്ടിട്ട് വെച്ചേക്കണ ഷർട്ട് നീ അത് ഇടണ്ട. എങ്ങനെയുണ്ട്? എടാ ഞാൻ ഇട്ടിട്ടോ. മതി ഇത് ധാരാളം. എടേ ഷർട്ട് അടിക്കൊണ്ട്. എന്തോ സസ്പെൻഷനോ? മിണ്ടായി ഒന്ന് വായി വെച്ച് മിണ്ടായി. എടുത്തോട്ടെ ഷർട്ട് എടുത്ത് ഇട്ടിട്ട് കഴി മണക്കൊണ്ട് ഇവിടെ വെക്കണം. കൊണ്ടുപോ. പോക്കറ്റൊക്കെ ഉണ്ട്. പൈസ ഇങ്ങോട്ട്. ഓമന കുട്ടനെ കൊടുക്കാനുള്ള കടയിലുള്ള 300 രൂപ. ഓമനക്കുട്ടിയാണ് വേറെ പൈസ കൊടു. എടാ 300 രൂപ അത് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതെന്ന്. കൊടുത്താ പോരെ. ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നീ ഷർട്ട് വേണമെന്നല്ലേ പറഞ്ഞ? ഷർട്ട് എടുത്തോ. നീ പൈസ ഇങ്ങോട്ട്. ഷർട്ടും 300 രൂപ എടുത്തെന്ന് പറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ നീ എന്ത് ശല്യം. ആരാ? അളിയനോ? സസ്പെൻഷനോ? ഞാൻ ആരെയും കേൾക്കുന്ന നീ മിണ്ടായി. ഞാൻ പ്ലീസ് അടേ നീ ഒരു 100 എടുത്ത് ബാക്കി ഇങ്ങോട്ട്. ഇല്ല, പറ്റത്തില്ല. അത് തരാം. എനിക്ക് 300 രൂപ വേണം. ഷർട്ടും വേണം. അമ്മ വിളിക്കണം. അല്ലെ അച്ഛനെ വിളിക്കണം. നിനക്ക് ഒരു പട്ടി സ്വഭാവം നിന്റെ. അളിയന് മലയുടെ കരുത്താണേ, എന്റെ അളിയനോ നീടഞ്ഞാലോ പൊളിയാണേ. ശിവനാളിയാ പൈസ കൊണ്ടുപോയി തൊല. പൈസ വേണ്ട, എനിക്കൊന്നും വേണ്ട. നീ കൊണ്ടുപോകും. പറയാനേ പറ്റൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു അക്ഷരം ഉണ്ടാവും. സസ്പെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആലോചിക്കണം. തട്ടിന്റെ മണ്ട കയറി കിടന്ന് ഉറങ്ങും. സസ്പെൻഷൻ കൂവി ആനയും കേട്ടോണ്ട് വരും. ഞാൻ കുറെ നേരം കേൾക്കണം. ഉണ്ടാന്നില്ല. നീ പോ. പൈസ ഷർട്ടാ കിട്ടിയില്ല. പോ. എനിക്കൊരു ഡൗട്ട്. പോയിട്ട് പിന്നെ എങ്ങനെ പഠിക്കാനുള്ളതാ. പഠിക്കണം. എന്നറിയോ ഈ ഹൈ ടൈഡും ലോ ടൈഡിന്റെയും മലയാളത്തിന്റെ അർത്ഥം എന്തുവാ? ഹൈ ടൈഡും ലോ ടൈഡും. അതായത് വേലിയേറ്റവും വേലിയിറക്കവും. വേലിയേറ്റവും വേലിയിറക്കവും. അത്രേ ഉള്ളല്ലേ? പോട്ടെ, എത്ര ഉള്ളൂ. ഇതൊക്കെ പഠിക്കുന്നേ അത് കൃഷിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിലുണ്ട് ഈ വേലിയർക്കും വേലിയേറ്റും. എന്നിട്ടെല്ലാം പഠിച്ചാ മക്കള്? ആണാ? എന്നാ പറ കേക്കട്ടെ. അത് സിമ്പിൾ അല്ലേ? പറ. ഈ വേലി കയറ്റി കെട്ടുന്നതിനെ വേലികേറ്റം എന്നും ഇറക്കി കെട്ടുന്നതിനെ വേലിയിറക്കം എന്നാ വിളിക്കുന്നത്. അയ്യോ, ഇതാരാ മക്കൾക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെന്ന്? അത് കേട്ടാ തന്നെ മനസ്സിലാവില്ല അപ്പൂപ്പ. കുറെ കാട്ടുമൃഗങ്ങൾ ഈ വേലി കടന്ന് കൃഷിയൊക്കെ നശിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്റെ പൊന്നു മോളെ ഇങ്ങോട്ട് വന്നിരി. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇത് കടലുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കടലിൽ നിന്ന് വെള്ളം കരയിലേക്ക് കയറുന്നതിനെ വേലിയേറ്റവും വെള്ളം തിരിച്ചിറങ്ങുന്നതിനെ വേലിയിറക്കുമെന്നും പറയും. മനസ്സിലായ? അല്ല, ഒരു ഡൗട്ട്. കടലിൽ വേലിയില്ലല്ലോ. ശരിക്കും നീ പൈങ്കൂസിന്റെ മോളായിട്ടായിരുന്നു ജനിക്കേണ്ടിയിരുന്നത്. ഒന്നുമില്ല, എന്റെ മക്കൾ എന്താ കാര്യം? അല്ല മാമ, എനിക്ക് നിങ്ങൾ രണ്ടൊരു കാര്യം പറയണം. എന്തുവാ? ഡൗട്ട് വെക്കാവുന്നതാ. ചോദിച്ചാ? ഇല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ വേലിയിറക്കത്തിനും വേലികേറ്റത്തിനെയും കുറിച്ച്. നീ ഒരുപാട് വേല ഇറക്കല്ലേ പൊന്നു മോളെ. നീ ഇങ്ങോട്ട് അല്ല ഇങ്ങ വാ. പോയി പഠിക്കാമേ. ചെല്ലേ. അല്ല കുഴപ്പമില്ല. ഇതൊരു കാര്യം എന്താ നീ പറ. അതെ മാമ,
അതായത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. ആ മാറിയത് അനുപ്പത്ത്. ആ, ഒന്ന് പോ മനുഷ്യൻ. എന്താണ് കാര്യം? അതല്ല പറ്റി ഒരു കേസിന്റെ ആവശ്യമായിട്ട് ഇവിടെ നിന്ന് മാറിയിരിക്കണം. അയ്യ അതിനാണ് ഗ്യാസ് ഇവിടെ നടക്കാൻ ചോദിച്ചുകൂടെ? ഇത് കമലമ്മയുടെ നേരിട്ട് പറ്റി ഒരു പ്രധാനപ്പെട്ട കേസാണ്. മാറി നിന്ന് അന്വേഷിക്കേണ്ട ഒരു സ്വഭാവം അതിനുണ്ട് ആ കേസിന്. എന്ത് കേസാടാ ഇത്? അത് അപ്പച്ചി ചിലപ്പോൾ കേട്ടില്ല, പക്ഷെ മാമ കേട്ടിട്ടുണ്ടായിരിക്കും. എടാ നീ കാര്യം പറ. അത് മാമ ഈ പരുന്തുണ്ണി പന്തുണ്ണി എന്ന് പറഞ്ഞ രണ്ടുപേരെ പറ്റി മാമ കേട്ടിട്ടുണ്ട്. ഇരട്ട ഗുണ്ടകളാണ്. ആ ഞാൻ കേട്ടിട്ടുണ്ടൊക്കെ. ആ അവന്മാർ ഈ കഴിഞ്ഞ ദിവസമേ അപ്പച്ചി കഥ വെച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കി. 14 പേർക്കാണ് പരിക്ക്. അയ്യോ, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോടാ? പരിക്ക് പറ്റിയോണ്ടല്ലേ 14 പേർക്ക് പരിക്കെന്ന് പറഞ്ഞത്. എടാ ഗുരുതരമായിട്ട് വല്ലതും പറ്റിയോ? ആ ഗുരുതരമായിട്ട് പറ്റണതിന് മുമ്പ് ഈ പന്തുണ്ടിയെ നമ്മൾ പിടിച്ച്, പക്ഷെ പരുന്തുണ്ടി രക്ഷപ്പെട്ടു മാമ. അയ്യോ, നീ അയാളെ എങ്ങനെ പിടിക്കും? അതെങ്ങനെ പിടിക്കണം? ഇല്ലേ അയാൾ നമ്മളെ ഓരോരുത്തരായിട്ട് നമ്മളെ ടീമിനെ തേടി പിടിച്ച് ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്ത്? അതിവിടെ പറയേണ്ട കാര്യം ഞാൻ പരുന്തുണ്ണിയായിട്ട് നമ്മളെ സുമേഷ് മോന് ചെറിയൊരു കണക്ഷൻ ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. എന്റെ ദൈവമേ, ഈ ചെറുക്കൻ എന്തിലൊക്കെ ചെന്നായി ചാടുന്നേ? അതായത് അപ്പച്ചി ഈ ടീമിൽ നിന്ന് ഒരാളുടെ വീട്ടിൽ നിന്ന് എങ്ങനെയോ സംഭവം ലീക്ക് ആവണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സുമേഷ് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കേണ്ടത് അത് കറക്റ്റായിട്ട് വരില്ല. അത് എങ്ങനെ അതായത് മാമ നമ്മളെ ടീമിലുള്ള ഒരാളുടെ ഇന്ന് ഒരു ഒറ്റ പോണുണ്ട്. അത് സുമേഷ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ അവ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുന്നില്ല. അവൻ അറിയാത്തോണ്ടാണ്. നമ്മളെ ടീമിനെ പറ്റി ഇല്ലാത്ത കഥ ഉണ്ടാക്കി വെളിയിൽ പറയാൻ പോലും അവൻ മടിക്കൂല. സത്യത്തിൽ നീ ഇപ്പൊ എന്തിനടേ പറഞ്ഞു വരുന്നത്? അതായത് മാമ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്നെ പറ്റി വല്ല ഇല്ലാവചനോ യോം വന്ന് പറഞ്ഞാൽ മാമ വിശ്വസിക്കല്ലേ, ഇതൊന്ന് ആലോചിച്ചോളാം മനസ്സിൽ വെച്ചിരിക്കണമെന്നാണ് ഞാൻ മാമന്റെ പറഞ്ഞത്. അല്ല അതെനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞ നമ്മൾ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ നീ മാറി നിൽക്കണം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അയ്യോ മാമ ടീമിന്റെ സുരക്ഷ അതാണ് സംഭവം. ശരി അപ്പൊ ഞാൻ പറഞ്ഞ മാമൻ മനസ്സിലായി. എടാ നീ കുറെ നാള് മാറി നിൽക്കേണ്ടി വരും. മാറി നിൽക്കേണ്ടി വരില്ല, എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണം കേട്ടോ. ഈ സുമ എല്ലാ ഉടായ്പിലും ചെന്ന് തല വെക്കുമല്ലോ. അതാണ് ആരും വിശ്വസിക്കരുതെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ശിവൻ സാറല്ലേ? ശിവൻ സാറല്ലേ? ഞാൻ സാറിനോട് വർക്ക് ചെയ്യുന്ന മണിക്കുട്ടൻ. ഡ്യൂട്ടിക്ക് പോയല്ലേ? എവിടെ പോയി? സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. സ്പെഷ്യൽ ഡ്യൂട്ടിയോ? എവിടെയാ? എവിടെയെന്ന് അറിഞ്ഞൂടാ. അതിന് സാർ 2 ആഴ്ചയായിട്ട് സസ്പെൻഷനിലായിരുന്നല്ലോ. സസ്പെൻഷൻ ഇല്ല? അതെ, ഡ്യൂട്ടിക്കിടയിൽ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സസ്പെൻഷനിലാണ് ഉള്ളത്. അയ്യോ ഇവിടെ ഒന്നും പറഞ്ഞില്ലായിരുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാളെ എൻക്വയറി ഉണ്ട്, നാളെ തന്നെ വന്ന് ഹാജരാവാൻ പറയണം. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നേ. നാളെ തന്നെ എത്താൻ പറയണേ. പറയാം. വന്നിട്ട് പോയെന്ന് ശിവന്റെ ജാതകം കൊണ്ടുവന്നത്. ശിവന്റെ ജാതകം എങ്ങനെ അങ്ങനെ പറഞ്ഞ? അച്ഛാ വല്ലതും അറിഞ്ഞായിരുന്നു സംഭവം? സംഭവം 2 ആഴ്ചയായിട്ട് സസ്പെൻഷനിലാണ്. ആര്? ശിവനാ? അല്ല, അച്ഛൻ തന്നെ മരുമോന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കണം എന്താണ്. എടാ അവ എല്ലാ ദിവസവും രാവിലെ പിന്നെ ഇവിടുത്തെ ഒരുക്കി കെട്ടി പോണോ? അവിടെ എനിക്കെങ്ങനെ അറിയാം? ചോദിച്ചു നോക്കണം അച്ഛൻ. എന്തോന്നൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം? രാവിലെ ആകുമ്പോ ഇറങ്ങി പോയി. അല്ല ഉത്തമ, നീ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോടാ.